സ്വന്തം വീട് പോലെ കൂടുതൽ സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ ലഭിച്ചൊരിടം ഉണ്ടാവും എല്ലാവർക്കും. അതാണ് നമ്മുടെ അമ്മ വീട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ ഞാൻ പോവാ തൊഴുത്തിലേക്കായിരുന്നു കേട്ടോ. ലക്ഷ്മിയോ കാളിയോ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കഴുത്തിൽ മണിയണിഞ്ഞ് ആ വലിയ പശുവിനടുത്ത് ചെന്ന് കിന്നാരം പറയാനാണ് എൻ്റെ മെയിൻ ഹോബി. അവിടെ നിന്ന് നേരെ അടുക്കളയിലേക്ക് ഒരു ഓട്ടമുണ്ട്. അടുപ്പിൻ്റെ ചൂടും മധുരമൂറുന്ന പലഹാരങ്ങളുടെ മണവും അട, ഉണ്ണിയപ്പം അല്ലെങ്കിൽ അമ്മമ്മയുടെ സ്വന്തം നെയ്യപ്പത്തിൻ്റെ രുചി ഇന്നലെ കഴിച്ച പോലെ തോന്നുക. പലഹാരമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞാൽ പിന്നെ അച്ചാച്ചൻ്റെ അടുത്തേക്കാണ്. ചാരുകസാരയിലിരുന്ന് കണ്ണടയൊക്കെ താഴ്ത്തി വെച്ച് അച്ചാച്ചൻ എങ്ങനെ കഥ പറഞ്ഞു തുടങ്ങും. പണ്ടൊരിടത്ത് എന്ന് തുടങ്ങുന്ന ആ മാന്ത്രിക ലോകം ഉണ്ടല്ലോ, കേട്ട് മയങ്ങിപ്പോയി അങ്ങനെ ഇരിക്കും. രാക്ഷസന്മാരും രാജകുമാരിമാരും പറക്കും കുതിരകളുമുള്ള ഒരു ലോകം. അവിടേക്ക് നമ്മളും എത്തിച്ചെല്ലും. ഉറക്കത്തിന് പാതി ആ ചൂടൻ കൈകൾ നമ്മളെ തോൽക്കാൻ കട്ടിലേക്ക് കിടക്കും. ആ സുരക്ഷിതത്വമാണ് അമ്മ വീടെന്ന് പറയുന്നത്. എത്ര തിരക്കിട്ട ജീവിതമായാലും ആ ഓർമ്മകൾ ഒരു നരനിലാവ് പോലെ നമ്മുടെ മനസ്സിലുണ്ടാവും. നമുക്ക് എന്നും മടങ്ങി ചെല്ലാൻ ലഭിക്കുന്ന നീലാകാശച്ചുവരിൽ നീ